അപ്പം നമ്മളിതാ ഈ കിടക്കുന്ന ഈ പഴയ ഒരു കാപ്പിക്കുറ്റിയാണ്. ഈ കാപ്പിക്കുറ്റി നമ്മൾ ഇന്നൊന്ന് റെഡിയാക്കി എടുക്കാനുള്ള ശ്രമത്തിലാണ്. ഈ കാപ്പിക്കുറ്റി നമുക്കൊന്ന് മില്ലിൽ കൊണ്ടുപോയി ഇത് കറക്റ്റായിട്ടൊന്ന് നമുക്കതിൻ്റെ ഈ കാല് കണ്ടോ, കാലൊക്കെ ഒന്ന് കറക്റ്റായിട്ട് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഇത് നമുക്കൊരു 90 ഡിഗ്രി ഇവിടെ കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മൾ മില്ലിലേക്കൊന്ന്, ഇതാണ് നമ്മുടെ കാപ്പിക്കുറ്റി. ഇത് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. പിന്നെ നമ്മൾ ബാക്കിലേക്ക് പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ടേബിളിൻ്റെ ഉള്ള സാധനങ്ങൾ നമ്മൾ മണ്ടവശം കറക്റ്റ് ലെവലാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴ്വശം നമ്മൾ ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. പേപ്പറൊക്കെ പിടിച്ച് ഒന്ന് ക്ലീൻ ചെയ്യണം. അതിനായിട്ട് നമ്മൾ മെഷീനാണ് ഉപയോഗിക്കുന്നത്, ഗ്രൈൻഡറാണ് ഉപയോഗിക്കുന്നത്. ഈ ഗ്രൈൻഡർ വെച്ച് നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. നമ്മുടെ കുറ്റി നമ്മളിത് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. മുഴുവനൊന്നും നമ്മൾ കളയുന്നില്ല. ഇങ്ങനെ ഈ പുള്ളിയും പാണ്ടുമായിട്ട് തന്നെ നിൽക്കുന്ന, അതാണ് അതിൻ്റെ ഒരു ഭംഗി. അങ്ങനെ തന്നെ നിർത്തിയിട്ടുണ്ട്. നമ്മൾ ഇത്രയും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മൾ ക്ലീൻ ചെയ്യുന്നുള്ളൂ, അധികം ഇതാക്കുന്നില്ല. നമ്മുടെ കാപ്പിക്കുറ്റി ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് നല്ല സെറ്റപ്പായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പോളിഷ് ചെയ്യണം. ഇനി നമുക്ക് ഈ സീലർ ഉപയോഗിച്ച് ഇതൊന്ന് നമുക്ക് ഇതാക്കി കൊടുക്കാം, ഒന്ന് ഗ്ലേസിങ് ആക്കി കൊടുക്കാം. കാരണം വെച്ചാൽ അതിൻ്റെ പാറ്റേണൊക്കെ ഒന്ന് തെളിഞ്ഞ് വരാനായിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. കാപ്പിക്കുറ്റി നമ്മളിത് നന്നായിട്ട് സീലർ അടിച്ച് പെർഫെക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഡിസൈനൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് ഉണങ്ങാൻ വെച്ച്
ഇപ്പം നമ്മൾ സ്ലീക്കിന് പകരം നമ്മൾ സ്പ്രേ ആണ് ഉപയോഗിക്കുന്നത്, ടച്ച് വുഡ്. അതായത് നമുക്ക് ഗ്ലേസിംഗ് ഒക്കെ വരാൻ വേണ്ടി, ഇത് നമുക്ക് ഗ്ലേസിംഗ് ആകാൻ വേണ്ടി നമ്മൾ ഈ ടച്ച് വുഡിൻ്റെ സ്പ്രേ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് എത്രത്തോളം സക്സസ് ആകുമെന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇനി നമുക്കിതൊന്ന് ഉണങ്ങണം. ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്കിതിലോട്ട് ഗ്ലാസ് സെറ്റ് ചെയ്യണം. ഗ്ലാസ് സെറ്റ് ചെയ്യാനായിട്ടാണ് നമ്മളിവിടെ 2 ഹോൾ ഇട്ടിരിക്കുന്നത്. ഒരു ഗ്ലാസ്സൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കാം. ഈ കാപ്പിക്കുറ്റി നമ്മൾ നല്ല പോളിഷൊക്കെ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ 2 വാക്കും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ ഒരു ഗ്ലാസ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഗ്ലാസ്സൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കറക്റ്റായിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇത് നമ്മുടെ അടിപൊളി ടീപ്പോയ് റെഡി ആയിരിക്കുകയാണ്. ഇത് നമ്മളൊരു കാപ്പിയുടെ കുറ്റിയിലാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. നമ്മളത് നന്നായിട്ട് പോളിഷൊക്കെ ചെയ്ത് സെറ്റായിട്ട് എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ടീപ്പോയ് ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ചെടി വെക്കാനായിട്ട് സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ തൽക്കാലം ഞാനത് ഒരു ചെടി വെക്കുന്ന ഒരു സ്റ്റാൻഡായിട്ടാണ് ഉപയോഗിക്കുന്നത്.